ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അൻ ഉസ്മാൻ ബിൻ അബിൽ ആസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു അന്നഹു ശകാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൻ യജിദുഹു ഫീ ജസദിഹി മുൻദു അസ്ലമ ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളഅ യദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക വഖുൽ ബിസ്മില്ലാഹി സലാസ വഖുൽ സബ്അ മർറാത്തിൻ അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. റവാഹു മുസ്ലിം. സഹീഹ് മുസ്ലിമിൽ 2202 നമ്പറായി കൊടുത്തിട്ടുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഈ ഹദീസിൻ്റെ അർത്ഥം നമുക്ക് പറയാം. ഉസ്മാൻ ബിൻ അബിൽ ആസ് അസ്സഖഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നിശ്ചയം അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് പോയിട്ട് ആവലാതിപ്പെടുകയാണ്. തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയെ സംബന്ധിച്ചാണ് ആവലാതി പറയുന്നത്. മുൻദു അസ്ലമ, അദ്ദേഹം മുസ്ലിമായത് മുതൽ ആ വേദന അദ്ദേഹം തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിൻ്റെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് നിൻ്റെ കൈ വെക്കുക, എന്നിട്ട് നീ ബിസ്മില്ലാ എന്ന് 3 തവണ പറയുക. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് എന്നർത്ഥം. എന്നിട്ട് നീ 7 തവണ പറയണം. എന്ത്? അഊദു ബില്ലാഹി വ ഖുദ്റതിഹി, അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ ശക്തി കൊണ്ടും ഞാൻ അവനിൽ അഭയം തേടുന്നു, രക്ഷ തേടുന്നു. മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, ഞാൻ അനുഭവിക്കുന്ന, ഞാൻ നേരിടുന്ന കാര്യങ്ങളുടെ ദോഷത്തിൽ നിന്നും. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അത് 7 തവണ പറയുക. അപ്പോൾ ഈ ഹദീസ് എന്ന് പറയുന്നത് സഹീഹ് മുസ്ലിമിൽ ബാബു ഇസ്തിഹ്ബാബി വളഇ യദിഹി അലാ മൗളിഇൽ അലമി മഅ ദുആ, അതായത് ശരീരത്തിൽ നിന്ന് വേദന അനുഭവിക്കുന്ന ഭാഗത്ത് തൻ്റെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അങ്ങനെ കൈവെക്കുക എന്നുള്ളത് മുസ്തഹബാണ്, സുന്നത്താണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം. ഈ അധ്യായത്തിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദനയുണ്ടാകുന്ന സന്ദർഭത്തിൽ അതിനുള്ള ചികിത്സ അവൻ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. രോഗം വന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. കാരണം അള്ളാഹു മാത്രമാണ് രോഗം ഷിഫയാക്കുന്നവൻ, രോഗം ഭേദപ്പെടുത്തുന്നവൻ, ആരോഗ്യം തരുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ അള്ളാഹുവിന് മാത്രമേ രോഗം മാറ്റാൻ കഴിയൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചികിത്സ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, രോഗം വന്നാൽ അയ്യുഹന്നാസ് തദാവൗ ലികുല്ലി ദാഇൻ ദവാ, ജനങ്ങളെ നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കുവിൻ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. അങ്ങനെയുള്ള വചനങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, രോഗത്തിന് ചികിത്സിക്കണം, ക്ഷമ പാലിക്കണം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. അപ്പോൾ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മളിവിടെ പറഞ്ഞത്. 3 തവണ ബിസ്മില്ലാ എന്ന് പറയുക, എന്നിട്ട് 7 തവണ അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് പറയുക. അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടിയാണത് നിർവഹിക്കേണ്ടത്. അള്ളാഹുവിലും അവൻ്റെ ശക്തിയിലും ഞാൻ അഭയം തേടുന്നു, ഞാൻ അനുഭവിക്കുന്ന, ഞാൻ നേരിടുന്ന കാര്യങ്ങളുടെ ദോഷത്തിൽ നിന്നും. ഇതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ രോഗം വന്നാൽ പല പ്രാർത്ഥനകളും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഉദാഹരണമായിട്ട് പറയുകയാണ് എങ്കിൽ മഹാനായിട്ടുള്ള സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതായത് അവർ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് മക്കത്തായ ഘട്ടത്തിൽ
അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രയാസങ്ങളുണ്ട്, രോഗത്തിൻ്റെ വിഷമങ്ങളുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ശ്ഫി സഅദ അല്ലാഹുമ്മ ശ്ഫി സഅദ എന്ന് 3 തവണ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ സഅദിൻ യഊദുഹു ബിമക്കത ഫബക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ സഅദ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുകയാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹം കരയുന്നു. കാലമാ യുബ്കീക, എന്തിനാണ് അങ്ങ് കരയുന്നത്, എന്താണ് അങ്ങ് കരയാനുള്ള കാരണം? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഖദ് ഖശീതു അൻ അമൂത ബിൽ അർളില്ലതി ഹാജർതു മിൻഹാ, ഞാൻ ഏതൊരു നാട്ടിൽ നിന്നാണോ പലായനം ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത്, ഹിജ്റ പോയിട്ടുള്ളത്, ആ നാട്ടിൽ തന്നെ ഞാൻ മരിക്കും എന്ന് ഭയപ്പെടുകയാണ്. അപ്പോൾ ഹിജ്റ പോയ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതാണ്, പക്ഷേ ആ നാട്ടിൽ തന്നെ വെച്ച് മരിക്കും എന്ന് അദ്ദേഹം പേടിക്കുകയാണ്. അപ്പോൾ മക്കത്ത് വെച്ചാണ് സംഭവം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുകയാണ്, 3 തവണ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രയോഗിച്ച പദാവലി അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുവേ സഅദിന് നീ ഷിഫ നൽകണേ എന്ന് 3 തവണ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പ്രാർത്ഥന ഇമാം അബൂദാവൂദ് തൻ്റെ സുനനിൽ 3106 നമ്പറായി കൊടുക്കുന്നുണ്ട്. അതിൽ കാണാം, അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ആദ മരീളൻ ലം യഹ്ലുർ അജലുഹു ഫഖാല ഇൻദഹു 7 മിറാറിൻ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക ഇല്ലാ ആഫാഹുല്ലാഹു മിൻ ദാലിക്കൽ മറദ്. അതായത് ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചു, അദ്ദേഹത്തിന് മരണം ആസന്നമായിട്ടില്ല എങ്കിൽ ആ വ്യക്തിയുടെ, ആ രോഗിയുടെ അടുക്കൽ 7 തവണ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അസ്അലുല്ലാഹൽ അലീം, മഹാനായിട്ടുള്ള അള്ളാഹുവിനോട് ഞാൻ തേടുന്നു. റബ്ബൽ അർശിൽ അലീം, അതിമഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനായിട്ടുള്ള അള്ളാഹു. അൻ യശ്ഫിയക, നിനക്ക് അവൻ ഷിഫ നൽകട്ടെ എന്ന്. ഇതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല ആ രോഗം അദ്ദേഹത്തിന് മാറ്റിക്കൊടുക്കാതിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ പ്രാർത്ഥന ഒക്കെ നിർവഹിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ഹദീസിൻ്റെ വചനങ്ങളിൽ പല പ്രാർത്ഥനകളും കാണാം. മറ്റൊരു സന്ദർഭത്തിൽ സഹീഹുൽ ബുഖാരിയിൽ 3616 നമ്പർ വചനത്തിൽ കാണാം. അതിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലാ അറാബിയിൻ യഊദുഹു, ഒരു ഗ്രാമീണവാസിയായിട്ടുള്ള അറബിയെ സന്ദർശിച്ചു. ഖാല വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അലാ മരീദിൻ യഊദുഹു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗിയെ സന്ദർശിക്കാനായിട്ട് അവിടെ പ്രവേശിച്ചാൽ അവിടുന്ന് പറയും, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഒരാശ്വാസത്തിൻ്റെ വചനമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറയാൻ. തഹൂറുൻ, തഹൂറുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ രോഗം മാറ്റി, തഹൂറുൻ നീ ശുദ്ധി പ്രാപിക്കും. എങ്ങനെയാണെങ്കിൽ നീ ഈ രോഗം വന്നതുകൊണ്ട് ക്ഷമ പാലിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ച് സഹിച്ച് ക്ഷമ പാലിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ രോഗം കാരണം നിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, അങ്ങനെ നീ ശുദ്ധീകരിക്കപ്പെടും. അതാണ് ലാ ബഅസ തഹൂറുൻ എന്ന് പറഞ്ഞാൽ ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പോൾ ആ ലാ ബഅസ തഹൂറുൻ ഇൻഷാ അള്ളാഹ് എന്നുള്ളത് രോഗിയെ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിവുള്ള സഹീഹുൽ ബുഖാരിയിലൊക്കെ ആവർത്തിച്ച് വന്നിട്ടുള്ള പ്രാർത്ഥനയാണെന്ത്? അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി വ അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ജനങ്ങളുടെ രക്ഷിതാവായിട്ടുള്ള അല്ലാഹുവേ, ഇദ്ദേഹത്തിൻ്റെ രോഗം നീ മാറ്റിക്കൊടുക്കണേ, നീയാണ് ശമനം നൽകുന്നവൻ, അതുകൊണ്ട് നീ അവന്
അദ്ദേഹത്തിന് ശമനം നൽകണമേ. നിൻ്റെ ശമനമല്ലാതെ യാതൊരു ശമനവുമില്ല. അദ്ദേഹത്തിന് ശമനം നൽകേണ്ടത് ഒരു രോഗവും അവശേഷിക്കാത്ത വണ്ണം പൂർണ്ണമായ സുഖം നീ നൽകണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ റഹ്മാനായ റബ്ബിനോട് രോഗത്തിൻ്റെ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു. ഈ പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് ഉച്ചാരണ ശുദ്ധിയോടുകൂടെ ഉച്ചരിക്കുകയും മനഃപ്പാടമാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.